ആദ്യം ഒന്ന് തികത്തും, രണ്ടാമതൊന്ന് പുഴുങ്ങും, മൂന്നാമത് നമ്മൾ ചോറ് വെക്കും, എന്നിട്ട് വൈകുന്നേരം ഒന്നുകൂടെ തിളപ്പിച്ച് വിറ്റും. ഇത് എത്ര പ്രാവശ്യം 4 പ്രാവശ്യത്തെ ഇത് പാകം ചെയ്യലായി. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തെ മുഴുവൻ പോയിട്ട് ഷുഗർ മാത്രമേ ഇതിനകത്ത് ലാശം അവശേഷിക്കുള്ളൂ. ഷൈബ് ഇന്നാളെ ഞാൻ വന്നപ്പോഴേ വിരിപ്പ് കൃഷി ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അരിയെല്ലാം റെഡിയാകുമ്പോൾ എനിക്ക് കുറച്ച് തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ രക്തശാലി എന്ന് പറഞ്ഞ അരി നമ്മുടെ ഷുഗറിനെ ഏറ്റവും കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ ആ അരി റെഡിയായിട്ടുണ്ടോ? രക്തശാലി ഇപ്പം കുറച്ച് ഞാനിടത്ത് കൊണ്ട് കുത്തിച്ചിട്ടുണ്ട്. അന്നേരം ഇത് രക്തശാലി അരി. അത് കഞ്ഞി വെച്ച് കുടിക്കാൻ ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ പായസം ഉണ്ടാക്കാം. ഇതിനൊക്കെ വളരെ കുറഞ്ഞ ഒരു അളവെടുത്താൽ മതി ഈ നമ്മൾ ഉപയോഗിക്കുമ്പോൾ. കൂടുതൽ വേണ്ട, കുറച്ചെടുത്താൽ മതി. കൂടുതൽ പൊലിച്ച് വരും. ഇതിപ്പോൾ ഒരു 5 പേർക്ക് കഴിക്കാനാണെങ്കിൽ ഇത് 4 പ്രാവശ്യമായിട്ട് ഇത് വെക്കാനുള്ളതുണ്ട്. ഈ ഒരു പാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 4 തവണ നമുക്ക് കഞ്ഞി വെക്കാനുള്ളതാണ് 5 പേർക്കാണെങ്കിൽ. അതേസമയം ഒരു പായസം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 70 ഗ്ലാസ് പായസം ഈ ഒരു പാക്കറ്റ് നമുക്ക് അരി വികസിച്ച് വരും. അരി ഇത് വെക്കും, കലം നിറഞ്ഞു വരും. അതുകൊണ്ട് അളവ് കുറച്ചെടുത്താണ്. സാധാരണ നെല്ലിനെ സാധാരണ നമ്മൾ വെക്കുന്ന രീതി വെക്കുന്ന അളവിനെ വെച്ച് നമുക്ക് അത് കഴിച്ചു തീർക്കാൻ പറ്റാതെ. ഇത് ഒരു 2 പാക്കറ്റ് ഇത് നിങ്ങൾ നോക്കി അതിന്റെ വിവരം പറഞ്ഞു. താങ്ക് യു. ഇതിന്റെ വില എങ്ങനെ? ഇത് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ 250 രൂപ 1 കിലോയ്ക്ക് കൊടുത്തോണ്ട് 1 കിലോയ്ക്ക് 250 രൂപ. പക്ഷേ ഇത്തവണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ വിലയ്ക്ക് നമുക്ക് മുതലാകുന്നില്ല. അപ്പം 300 രൂപ. അപ്പൊ ഇത് 400 രൂപയ്ക്ക് മേടിച്ചാലും ആൾക്കാർക്ക് പ്രയോജനപ്പെടും. ഓൺലൈനിൽ 480 രൂപ വരെ. 800 രൂപയുടെ ആമസോണിലെ ഒരു സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ 800 രൂപയുടെ കാണാം. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഗുണം ഷുഗർ കുറയ്ക്കും. പിന്നെ ജീവിതശൈലി രോഗം മൂലം ഉണ്ടാകുന്ന പല അസുഖങ്ങളും ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കും. അതോടൊപ്പം തന്നെ ക്യാൻസർ വന്ന ഒരു രോഗിക്ക് ആ ക്യാൻസർ വന്ന് പോയ കോശങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റും, പുനരുജ്ജീവിച്ച് കിട്ടും. ഈ ഇതിന്റെ ക്യാൻസർ കോശങ്ങൾ നശിച്ച് നമ്മൾ റേഡിയേഷൻ കരിച്ചു കളയാണുള്ളത്. അന്നേരം ആ കോശങ്ങൾ പിന്നെയും പുനരുജ്ജീവിപ്പിക്കാൻ. അതുകൊണ്ട് ക്യാൻസർ വന്ന ആ പേഷ്യൻ്റ് അവരാണ് ഇത് ഏറ്റവും കൂടുതൽ മേടിച്ച് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ക്യാൻസർ പേഷ്യൻ്റാണ് ഇപ്പം നമുക്ക് സമൂഹത്തിൽ ഒരു പഠനം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിട്ട് മാറിയിരിക്കുകയാണ് ഈ അമിത കോശ വളർച്ച. അന്നേരം അതിനൊക്കെ ക്യാൻസർ അതിനെ ഉപരോധിക്കുമല്ലേ? അതെ. അന്നേരം ഈ ഷുഗർ, പ്രഷർ, പിന്നെ കൊളസ്ട്രോൾ ഇതെല്ലാം അങ്ങനെ കൺട്രോൾ ചെയ്യും. കഞ്ഞിയായിട്ട് നമ്മൾ കുടിക്കുകയാണോ നല്ലത്, അതേ ചോറായിട്ട് നമുക്ക് കഴിക്കാവോ? ചോറായിട്ട് ഇത് എടുക്കാൻ പറ്റില്ല. നമ്മൾ വേവിക്കുമ്പോഴത്തേന് ഒരു ഇച്ചിരി ഒരു കുഴഞ്ഞ ഒരു പാച്ചോറ് രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ആ വെള്ളം ഒഴിക്കുന്നത് മുഴുവൻ നമ്മൾ വലിച്ചെടുക്കുന്നത് പറ്റിപ്പോകും. അന്നേരത്തിന് ഇത് വരുന്നത്. പിന്നെ ഈ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോറായിട്ട് എന്ന് പറഞ്ഞാൽ ചോറായിട്ട് കിട്ടില്ല, കഞ്ഞിയായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ വെള്ളമായിട്ട് പറ്റിയാത്തവർ ആ കഞ്ഞിവെള്ളം കളയരുത്, അത് ആദ്യം എടുത്ത് കുടിച്ചോണം. അത്തരാണ് അതിന്റെ പരിപാടി ഇരിക്കുന്നത്. ഏറ്റവും നല്ല സാധനം അതാണ്. അപ്പൊ ഇത് ആൾക്കാർ ആവശ്യപ്പെട്ട് വന്നാൽ ഇത് കൊടുക്കാനുണ്ടോ? അതുണ്ടോ? കുറച്ച് അധികം ഇല്ല, നമുക്ക് ഉണ്ട്. എന്നാൽ അത്യാവശ്യം കൊടുക്കാനുണ്ട്. അപ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുണ്ടോ? അപ്പോൾ ഈ രക്തശാലി അല്ലാണ്ട് വേറെ ഐറ്റം ഇല്ലേ? എല്ലാ ഐറ്റവും കൊടുക്കാനുണ്ടോ? എല്ലാ ഐറ്റവും കൊടുക്കുന്നുണ്ട്. രക്തശാലി ഞവരയൊക്കെയാണ് ആള് മെയിനായിട്ടും വരുന്നത്. പിന്നെ ഈ ഔഷധമാണുള്ളത്, അതിന്റെ മെഡിസിൻ ഇതിന്റെ ഉപയോഗത്തിന് വേണ്ടി മാത്രം വരുന്നത്. പിന്നെ വരുന്നത് തവളക്കണ്ണൻ വരുന്നുണ്ട്. അത് നമ്മളെ കുത്തിരിച്ചോറാണ്. അത് അതീവ രുചിയുള്ള ഒരു കുത്തിരിയാണ്. ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ കഴിയും. കുറച്ച് തവളക്കണ്ണനും കൂടെ ഞങ്ങൾക്ക് എടുക്കാം. തവളക്കണ്ണൻ തരാം. അത് നമ്മൾ 100% തവിടത്തെ നിർത്തിയിട്ടാണ് കുത്തിയെടുക്കുന്നത്. ഇത് ഒന്നിന്റെ തവിട് കളയാതെ തവിടയിലാണ് ഇതിന്റെ ഇരിക്കുന്നത്. തവിടയിലാണ് ഇതിന്റെ ഔഷധ ഗുണം. തവിടിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അരി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഷുഗർ നിയന്ത്രിക്കാനുള്ള സാധനം ഈ തവിടയിലായിരിക്കും. നമ്മൾ ഈ തവിട് നീക്കി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് ആദ്യം ഒന്ന് തികത്തും, രണ്ടാമതൊന്ന് പുഴുങ്ങും, മൂന്നാമത് നമ്മൾ ചോറ് വെക്കും, എന്നിട്ട് വൈകുന്നേരം ഒന്നുകൂടെ തിളപ്പിച്ച് വിറ്റും. ഇത് എത്ര പ്രാവശ്യം 4 പ്രാവശ്യത്തെ ഇത് പാകം ചെയ്യലായി. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തെ മുഴുവൻ പോയിട്ട് ഷുഗർ മാത്രമേ അതിനകത്ത് ലാശം അവശേഷിക്കുള്ളൂ. ബാക്കിയുള്ള ഗുണങ്ങൾ അതിനകത്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മൾ കഞ്ഞിവെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത പറഞ്ഞത് ക്യാൻസറിനെ പ്രതിരോധിക്കും. ക്യാൻസർ വന്നവർക്ക് കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഇതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം പോലും പാകം ചെയ്ത അരിയല്ല. നെല്ല് കൊയ്യുന്നു, ഉണങ്ങുന്നു, ബിരിയാണി കുത്തുന്നു, മില്ലിൽ കൊണ്ടേ കുത്തുന്നു, അത്ര ചെയ്തിട്ടുള്ളൂ ഇതിനകത്ത്. ഇത് പച്ചരിയാ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇത് കഴിക്കുമ്പോൾ പച്ചരിയാന്നുള്ളത് പറഞ്ഞെങ്കിലേ അറിയുള്ളൂ. മറ്റു പച്ചരി കഴിക്കുമ്പോൾ നമുക്കറിയാം പച്ചരി. ഒരു കണ്ടന്റ് ഇതിനകത്ത് ഒന്നും കളഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അത് 100% ഉള്ള സംഭവം. വേറെ ഒന്നും ചെയ്യാണ്ട് നമ്മളെ വേവിച്ച് അതേ രീതിയിൽ കഴിക്കുക. ഇതിന്റെ പായസമാണ് അതീവ രുചികരമായിട്ട്. ഇതിന്റെ ചോറും അതെ, നമുക്കൊന്നും ഒരു കറി പോലും ഇല്ലാതെ പായസം ഉണ്ടാക്കുമ്പോഴേ അതിൻ്റെ അകത്ത് ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. ഇതിന് നാടശർക്കര എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഈ വലവൂരൊക്കെ കിട്ടുന്ന ഇവിടെ അടുത്തുള്ള നാടശർക്കര എല്ലായിടത്തും അതാത് സ്ഥലത്തുള്ള നാടൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കാര്യം വിചാരിക്കും. ഇവിടുത്തെ ശർക്കര എന്ന് പറഞ്ഞാൽ ഈ ഓരോ പാടത്ത് ഓരോ സ്ഥലത്തുണ്ടാകുന്ന ഇപ്പം ബസുമതി റൈസ് കൃഷി ചെയ്യുന്ന അവിടെയുള്ള ഹരിയാന അവിടെയുള്ള ആ പാടത്തുണ്ടായ കറുത്ത ചേറിനകത്തുണ്ടായെങ്കിൽ അതിനാ ടേസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞ പോലെ. കരിമ്പേറ്റോ നാടൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാടത്ത് കിട്ടുന്ന വള്ളിച്ചിറയൊക്കെയുള്ള കരിമ്പൊക്കെയാണ് ആ ശർക്കര. അന്നേരം അതിന്റെ ആ ശർക്കര, നാടൻ ശർക്കര, ഒരു നാടൻ തേങ്ങായും ഉണ്ടെങ്കിൽ ഇത് സൂപ്പറാവും. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ ഒറിജിനൽ മറയൂര് ഇതുപോലെ തന്നെ പ്രശ്നമുണ്ട്.
അത് ഒറിജിനൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ശർക്കര വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഈ ശർക്കരയ്ക്ക് അത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ രുചിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമ്മളൊരു 4 ഗ്ലാസ് കുടിച്ചാലോ 5 ഗ്ലാസ് കുടിച്ചാലോ നമുക്ക് ഒരു ചെകിടിപ്പ് ഉണ്ടാകില്ല, മടുപ്പ് തോന്നിയില്ല. ഇനി ആ പായസം ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ ഷുഗറുള്ളവർക്കും ഷുഗർ കൂടിയതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകില്ല. പഞ്ചസാരയിട്ട് സേമിയ പായസം കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. പക്ഷേ പഞ്ചസാര എല്ലാത്തിനും എല്ലാ രോഗങ്ങൾക്കും ദൂഷ്യമാണ്, കെമിക്കലാണല്ലോ. ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പ് അതിൻ്റെ സത്ത കൊണ്ട് എടുക്കുന്നു. ഷുഗർ കൂടുതലായിട്ട് നിൽക്കുമ്പോൾ കഴിക്കരുതെന്നേ ഉള്ളൂ. നോർമലി നിൽക്കുന്നവർക്ക് 1-2 ഗ്ലാസ് കുടിച്ചാലൊന്നും വരാനില്ല. അന്നത്തെ ചോറ് വേണ്ടെന്ന് വെച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.